OnePlus Nordന്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ട്? Realme X3 അല്ലെങ്കിൽ X2 Pro ഈ ഡിവൈസുകളല്ലേ നോഡിനേക്കാളും ബെറ്റർ ചോയ്സ്? ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരം ഈ വീഡിയോയിലുണ്ട്. OnePlus Nordന്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡു. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒത്തിരി എഫോർട്ട് എടുക്കാറുണ്ട്. ആ എഫോർട്ടുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും ജസ്റ്റ് ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തിക്കൊണ്ട്. ഏകദേശം 137 വീഡിയോകളും ഫോട്ടോകളും ഞങ്ങൾ എടുത്തു. അത് അനലൈസ് ചെയ്തിട്ട് ആണ് ഈ വീഡിയോ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഏകദേശം 8 മേഖലകളിലായിട്ട് നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യും. ജനറൽ ഫോട്ടോഗ്രാഫി, പോർട്രേറ്റ്സ്, സെൽഫീസ്, വൈഡ് ആംഗിൾ ഫോട്ടോസ്, മാക്രോ ഷോട്ട്സ്, സൂം ഷോട്ട്സ്, 48 MB മോഡ് വീഡിയോസ്. ഈ വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷൻ അല്പം ഡീറ്റെയിൽ ആയിട്ടാണ് അവസാനമാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും മേഖലകളിൽ കൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ OnePlus Nordന്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ലഭിക്കും. ഇനി ചില കീ ക്യാമറ സ്പെക്കുകളെക്കുറിച്ച് പറയാം. കമ്പ്യൂട്ടർ വിഷൻ ISP ആണ് നോഡിന് ലഭിക്കുന്നത്. ഇത് കോൾകോമിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ISP ആണ്. എന്നാൽ നോഡിൻ്റെ പ്രൈമറി ക്യാമറ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. 48 MP സോണി IMX586 സെൻസറാണ് ഇതിന് ലഭിക്കുന്നത്. ഇത് കുറച്ച് ഓൾഡ് സെൻസറാണ്. 8 MP വൈഡ് ആംഗിൾ ക്യാമറയും 5 MP ഡെപ്ത് അസിസ്റ്റൻറ്റ് സെൻസറും അതുപോലെ തന്നെ 2 MP മാക്രോ സെൻസറും പിൻവശത്ത് നൽകിയിട്ടുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പെക്കാണ്. മുൻവശത്ത് സെൽഫി പർപ്പസിനായിട്ട് 32 MP പ്രൈമറി സെൽഫി ക്യാമറയും 8 MP അൾട്രാ വൈഡ് സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട്. ഇനി ക്യാമറ ആപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ മറ്റ് OnePlus ഡിവൈസുകളിൽ കാണുന്ന ആ ഒരു ഗ്രേഡിലുള്ള ഒരു ക്യാമറ ആപ്പ് തന്നെ ഇവിടെയും ലഭിക്കുന്നുണ്ട്. OnePlus Nordന്റെ പ്രോ മോഡ് വെൽ എക്വിപ്ഡ് ആണ്, ഡെവലപ്ഡ് ആണ്. റോ മോഡ് സപ്പോർട്ട് ചെയ്യും, ഹിസ്റ്റോഗ്രാം, 48 MP മോഡ്, അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഒന്നും മിസ് ഔട്ട് ചെയ്യുന്നില്ല. റോ എന്തുകൊണ്ട് ഫീച്ചർ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോ ആ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷേ ഒരു സാധാരണക്കാരന് അത് ഒത്തിരി ഉപകാരപ്പെടുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഈ ക്യാമറ റിവ്യൂവിൽ നമ്മളത് എടുത്ത് പറയാതിരിക്കുന്നത്. നിങ്ങളൊരു ഗീക്ക് ആണെങ്കിൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ദിസ് സപ്പോർട്ട്സ് റോ മോഡ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ബാക്കി എല്ലാ രീതിയിലും ഈ ക്യാമറ ആപ്പ് വെൽ ഡെവലപ്ഡ് ആണ്. ഒരു ഫീച്ചറും മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പനോരമ, പോർട്രേറ്റ്, ഷോർട്ട് വീഡിയോ, സ്ലോമോ, ടൈം ലാപ്സ് എല്ലാം ലഭിക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പല ലെൻസുകളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചറിലും നിങ്ങൾക്ക് 2x സൂം സപ്പോർട്ട് വരുന്നുണ്ട്. സൂം സപ്പോർട്ട് ഇപ്പം ടൈം ലാപ്സിൽ പോലും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓവറോൾ ക്യാമറ ആപ്പും വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഒരു ഫസ്റ്റ് ടൈം യൂസറിനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്കിനി അനാലിസിസിലോട്ട് പോകാം. ആദ്യമേ തന്നെ ജനറൽ ഫോട്ടോഗ്രാഫി എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. അതായത് നമ്മൾ സാധാരണ എടുക്കുന്ന ഷോട്ട്സ്. നമ്മൾ സാധാരണ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സിൻ്റെ കാര്യത്തിൽ OnePlus Nord ഒരിക്കലും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ടറി അല്ലാത്ത റിസൾട്ട് നൽകില്ല. വൈബ്രൻസും സാച്ചുറേഷനും എല്ലാം വെൽ ഡിഫൈൻഡ് ആണ്. ഒരിക്കലും അതൊരു ലെവലിൻ്റെ മണ്ടായി പോകുന്നില്ല. നല്ല ഷാർപ്പായിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നുണ്ട്. എന്നാൽ ചില സാഹചര്യത്തിൽ സൂം ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ഗ്രെയിൻസ് കയറി വരുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാക്കണ്ട. ക്ലൗഡി സിറ്റുവേഷൻസിൽ അല്പം സൂം ചെയ്തെടുക്കുന്ന ഫോട്ടോസിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായേക്കാം. എന്നാൽ ഞാൻ എന്തുകൊണ്ട് ഇത് എടുത്തു പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OnePlus ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ നോഡിൽ ഞാൻ ശരിക്കുള്ളൊരു പ്രശ്നം നേരിട്ടു. ഒരു എക്സാമ്പിൾ ഇതാണ്. ബ്രൈറ്റ് കളേഴ്സ് വരുമ്പോഴേക്കും ഒബ്ജക്ട്സിൻ്റെ എഡ്ജസിന് അത്ര ഡെഫിനേഷൻ OnePlus Nordന് കൊടുക്കാൻ കഴിയുന്നില്ല. അതിപ്പോൾ ടെമ്പററി ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പോൾ അപ്ഡേറ്റ് വഴി ഫിക്സ് ആയേക്കാം. എന്നാൽ ഇപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. അത് എപ്പോഴും റിക്കറിങ് ആയിട്ടുള്ളൊരു സംഭവമാണോ? അല്ല. ചില സാഹചര്യത്തിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള സംഗതികൾക്ക് വരെ നോഡ് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡിഫൈൻഡ് ആയിട്ടുള്ള ഇമേജസ് നൽകാറുണ്ട്. ഓവറോൾ ജനറൽ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ OnePlus Nord ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം. പോർട്രേറ്റ് ഷോട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ OnePlus Nordനുള്ളൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഈ ചെറിയൊരു ഫീച്ചർ. ഈ പോർട്രേറ്റ് ഷോട്ടിന് എന്താ ഇത്ര പ്രത്യേകത? OnePlus Nordന്റെ പോർട്രേറ്റ് ഷോട്ടുകളെല്ലാം 100% ജെനുവിനാണ്. ചില Realme ഡിവൈസുകൾ ചെയ്യുന്നത് പോലെ കണ്ടമാനം ബ്യൂട്ടിഫൈ ചെയ്യുന്നില്ല. റെഡ്മി ഒക്കെ ചെയ്യുന്ന പോലെ ഒരു ചെറിയൊരു ഡിഫറൻസ് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിനും സ്ട്രക്ചറിനൊക്കെ ഒന്നും OnePlus Nord വരുത്തുന്നില്ല. എങ്ങനെയാണോ നമ്മളുള്ളത് അതുപോലത്തെ പോർട്രേറ്റ് ഷോട്ടുകൾ എടുത്തു തരും. അപ്പോൾ പോർട്രേറ്റ്സ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ OnePlus Nord ഒരിക്കലും നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല, ഈവൻ സെൽഫീസിൻ്റെ കാര്യത്തിൽ പോലും. ഇനി ഈ ഡിവൈസിൽ ലഭിച്ച സെൽഫീസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഒന്ന് അനലൈസ് ചെയ്യാം. ഇതിൻ്റെ 32 MP പ്രൈമറി സെൽഫി ക്യാമറ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ജോബ് ചെയ്യുന്നുണ്ട്. ഈവനാണെല്ലാം. എല്ലാ മെട്രിക്കുകളും ഒരു നോർമൽ ലെവലിൽ നിൽക്കുന്നുണ്ട്. അൺഈവനായിട്ട് നമുക്കൊന്നും പറയാനില്ല. എന്നാൽ എനിക്ക് ചെറുതായിട്ട് കൺസേണിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ 8 MP അൾട്രാ വൈഡ് ക്യാമറയുടെ പെർഫോമൻസ് ആണ്. അൾട്രാ വൈഡ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു വൈഡ് ആയിട്ടുള്ള ഫീൽഡ് ഓഫ് വ്യൂ ഉണ്ട്. അതിലൊന്നും നമുക്കൊരു പ്രശ്നമില്ല. എന്നാൽ ക്വാളിറ്റിയുടെ കാര്യത്തിലാണ് എൻ്റെ കൺസേൺ. നിങ്ങൾ ആ ചീക്സും ഫോർഹെഡും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അവിടെ എൻ്റെ സ്കിൻ ടോൺ അല്ല റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്.
നേരത്തെ ഞാൻ കാണിച്ച അതേ സെൽഫി എടുത്ത അതേ സമയത്ത് തന്നെ എടുത്തൊരു വൈഡ് ആംഗിൾ സെൽഫി ഷോട്ടാണിത്. ഇനി ഇതൊരു പോർട്രേറ്റ് ഷോട്ടാണ്. ഇവിടെ നമുക്ക് ചെറുതായിട്ട് ആ സൺലൈറ്റ് വന്ന് വീഴുന്നത് ശ്രദ്ധിക്കാനുണ്ട്. എന്നാൽ വൈഡ് ആംഗിൾ ക്യാമറയ്ക്ക് അതൊട്ടും തന്നെ ഒന്ന് ബാലൻസിലോട്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല. കോൺട്രാസ്റ്റും വൈറ്റ് ബാലൻസും ഒരു നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരാനായിട്ട് വൈഡ് ആംഗിൾ ക്യാമറയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഓവറോൾ ഒരു വോം ഫിൽറ്റർ ഇട്ട ഒരു ലുക്കാണ്. എന്നാൽ പ്രൈമറി 32 മെഗാ പിക്സൽ ക്യാമറ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സൊക്കെ അടിപൊളിയാണ്. അത് പോർട്രേറ്റ് ആയിക്കോട്ടെ, നോർമൽ സെൽഫീസ് ആയിക്കോട്ടെ. OnePlus Nordന് പിൻവശത്ത് വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനൊരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറയാണ്. ഇതൊരു പ്രൈമറി ക്യാമറ ഷോട്ടാണ്. അവിടെ തന്നെ വെച്ചെടുത്ത ഒരു അൾട്രാ വൈഡ് ഷോട്ടാണിത്. അത്യാവശ്യം ഫങ്ഷണലാണ്, ക്വാളിറ്റി ഉണ്ട്. സാച്ചുറേഷൻ ചെറുതായിട്ടൊന്ന് ബമ്പപ്പ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ഇഷ്യൂ അല്ല, കാരണം ഇതിൻ്റെ കുറഞ്ഞ റെസൊല്യൂഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണത്. ഇനി നമ്മൾ അല്പം ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാലും ക്വാളിറ്റി ലോസ് കണ്ടമാനമൊന്നും വരുന്നില്ല. എന്നാൽ ഒരു 48 മെഗാ പിക്സൽ ക്യാമറ ഷോട്ട് ക്രോപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റി ലഭിക്കണമെന്നില്ല. എങ്കിലും നല്ല ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് ഈ ഡിവൈസിൻ്റെ പിൻവശത്ത് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം. മാക്രോ ഷോട്ട്സ് നന്നാവും എന്ന് ഈ കഴിഞ്ഞു വന്ന അപ്ഡേറ്റിൽ വരെ ഞാൻ പ്രതീക്ഷിച്ചു. എവിടുന്ന് ആ വന്ന അപ്ഡേറ്റിലും പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായില്ല. OnePlus Nordൻ്റെ മാക്രോ ഷോട്ട്സിൻ്റെ തോൽവിയെക്കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് കാണുക. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമാകും, ഇതിന് മാക്രോ ക്യാമറ കിട്ടിയത് ഇവരുടെ മാർക്കറ്റിംഗ് ടീമിന് വെറുതെ കൊടുത്ത ഒരു ബോണസ് മാത്രമാണ്. നമ്മൾ കസ്റ്റമേഴ്സിന് ഇതുവരെ അത് വെച്ച് നല്ല പ്രോപ്പർ യൂസ് ഒന്നുമില്ല. ഇനിയൊരു അപ്ഡേറ്റ് വരുന്നവരെ ഞാൻ ഒന്നും കൂടെ നോക്കും. അതിനുശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻസിൽ ഞാൻ പിൻ ചെയ്ത് അറിയിക്കാം. ആസ് ഓഫ് നൗ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന ഒരു അപ്ഡേറ്റിൽ പോലും മാക്രോ ക്യാമിൻ്റെ ഇഷ്യൂ ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞ അപ്ഡേറ്റിൽ പോലും ഒരു ഫിക്സ് ഇല്ല. OnePlus Nordൻ്റെ 2x സൂം ഷോട്ടുകൾ മാക്രോ ഷോട്ടുകളെക്കാളും ലെജൻഡറിയാണ്, ആബ്സലൂട്ട് ബെസ്റ്റാണ്. ഇതെല്ലാം 2x സൂം ഫോട്ടോകളാണ്. ജനറൽ ഫോട്ടോഗ്രാഫിയിൽ ഞാൻ കാണിച്ച ചില ഫോട്ടോകളും 2x സൂമാണ്. ഇത് നോർമൽ ക്യാമിൽ നമ്മളെടുത്ത സൂം ഒന്നും ഇല്ലാത്തൊരു പിക്ചർ. ഇതതിൻ്റെ 10x സൂം. മാക്സിമം ഡീറ്റെയിൽ പ്രിസർവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം. 48 മെഗാ പിക്സൽ ക്യാമറ മോഡ്. 48 മെഗാ പിക്സൽ ക്യാമറ ഉള്ളതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജാണ് നമുക്ക് സൂപ്പർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഫയൽ സൈസ് 10-16 MB ഒക്കെ ആയിരിക്കും. അത് നമ്മൾ സഹിക്കേണ്ടി വരും. ചിലപ്പോൾ 25 MB വരെ പോകുന്ന കണ്ടിട്ടുണ്ട്. എത്ര മാത്രം ഡീറ്റെയിൽ ക്യാപ്ചർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ ഈ ഫോട്ടോഗ്രാഫാണ്. ഏറ്റവും ടൈനി ബിറ്റ് വരെ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും 48 മെഗാ പിക്സൽ ഡീറ്റെയിൽ സീക്കേഴ്സിന് വലിയ ഉപകാരമാണ്. എന്നാൽ ഒരു കാര്യം ഒബ്വിയസ് ആണ്, നിങ്ങൾ 64 മെഗാ പിക്സലുള്ള ഏതൊരു ഡിവൈസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ 64 മെഗാ പിക്സൽ മോഡ് ഈ ഡിവൈസിൻ്റെയൊക്കെ 48 മെഗാ പിക്സൽ മോഡിനേക്കാളും ബെറ്റർ ആയിരിക്കും. തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് അവിടെ കൂടുതലുണ്ടായിരിക്കും. പിൻ പോയിൻ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. സോ ആ കാര്യത്തിലൊക്കെ റിയൽമി മുൻപന്തിയിലാണ്. എന്നാൽ റിയൽമിക്ക് അടിപതറുന്ന ഒരു സെഗ്മെൻറ്റാണ് വീഡിയോസ്. അവിടെ നോഡ് വൻപൻ വിജയം നേടിയിട്ടുണ്ട്. നമുക്ക് വീഡിയോസ് കുറച്ച് സെക്ഷൻസ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ജനറൽ ഷോട്ട്സ്, മൂവിങ് ഷോട്ട്സ്, വ്ലോഗിങ് ഷോട്ട്സ്, ക്ലോസപ്സ്. ഇതിനകത്ത് ജനറൽ ഷോട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ആദ്യമേ ചർച്ച ചെയ്യാം. അതായത് നമ്മൾ സാധാരണ എടുക്കുന്ന വീഡിയോ ഷോട്ടുകളൊക്കെ. ഞാൻ ഒത്തിരി സംസാരിക്കുന്നില്ല, ഈ വീഡിയോകൾ തന്നെ സംസാരിക്കട്ടെ. എങ്ങനെയുണ്ട് ഈ വീഡിയോസിൻ്റെയൊക്കെ ക്വാളിറ്റി? ഇത് നോർമൽ ക്യാമിൽ എടുത്ത ഒരു ഫുട്ടേജാണ്. ഇവിടെ നമ്മൾ സൂമൊന്നും ഉപയോഗിച്ചിട്ടില്ല, വൈഡ് ആംഗിൾ ഉപയോഗിച്ചിട്ടില്ല. ഒരു നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ എടുക്കുന്നൊരു ഫുട്ടേജ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഫുട്ടേജ് അത് വൈഡ് ആംഗിൾ ക്യാമറ വെച്ചെടുത്തതാണ്. നേരത്തെ നമ്മൾ ഏകദേശം 10 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്ത ഏരിയ വൈഡ് ആംഗിൾ ക്യാമറയ്ക്ക് വെറും 6 സെക്കൻഡിൻ്റെ പണിയേ ഉണ്ടായിരുന്നുള്ളൂ. ഓവറോൾ ജനറൽ ഷോട്ട്സിൻ്റെ കാര്യത്തിൽ നോഡ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ ചെറിയ വീഡിയോഗ്രാഫി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ ഡിവൈസ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇനി മൂവിങ് ഷോട്ട്സ് എങ്ങനെയുണ്ട്? നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ OnePlus Nordൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ ഒരു ഗിംബിളും തമ്മിലുള്ള കമ്പാരിസൺ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കാണുക. യൂട്യൂബേഴ്സിന് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണത്. ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു OnePlus Nordൻ്റെ സ്റ്റെബിലൈസേഷൻ പ്രത്യേകിച്ച് മൂവിങ് ഷോട്ട്സിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. അത് ഞാൻ മാത്രമല്ല, നിങ്ങൾ ആ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പോവുകയാണെങ്കിൽ ബാക്കി പല ആളുകൾക്കും അത് തന്നെയാണ് തോന്നിയത്. വ്യക്തമായിട്ടുള്ളൊരു കമ്പാരിസൺ ആണത്. ദയവ് ചെയ്ത് അത് കാണുക. ഇപ്പോൾ എനിക്കൊരു കാര്യത്തിൽ നിങ്ങൾക്ക് അഷ്വറൻസ് തരാൻ പറ്റും, OnePlus Nordൻ്റെ സ്റ്റെബിലൈസേഷൻ പ്രത്യേകിച്ച് മൂവിങ് ഷോട്ട്സിൻ്റെ കാര്യത്തിൽ ഇൻക്രെഡിബിൾ ആണ്. ഈ ഒരു ബഡ്ജറ്റിൽ ബെസ്റ്റാണ്. പല റെഡ്മി, റിയൽമി, സാംസങ് ഡിവൈസുകൾക്ക് ഇല്ലാത്ത ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന ഫീച്ചർ ഈ ഡിവൈസിനുള്ളത് OnePlus Nordൻ്റെ വലിയൊരു അഡ്വാൻറ്റേജാണ്. ഇനി വ്ളോഗിംഗ് ഷോട്ട്സ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം, നിങ്ങളും ഒരു ജഡ്ജ് ആവുക.
എല്ലാവർക്കും നമസ്കാരം. ഇത് OnePlus Nordന്റെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാം വെച്ചെടുക്കുന്ന ഒരു വ്ളോഗിംഗ് ഷോട്ടാണ്. ഇപ്പോൾ ഒരു നോർമൽ സ്പീഡിലാണ് നടക്കുന്നത്. നോർമൽ സൗണ്ട് സംസാരിക്കുന്നു. എങ്ങനെയുണ്ട് സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ? സെൽഫീസിൻ്റെ കാര്യത്തിൽ ഇത് ഓക്കെ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് വ്യൂ ഫൈൻഡറിൽ കാണുന്ന ഒരു ക്വാളിറ്റി വെച്ചിട്ട് ഓക്കെ എന്ന് എനിക്കിപ്പോൾ പറയാം. എങ്ങനെയുണ്ട് ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി? അത് ജഡ്ജ് ചെയ്യുന്നത് നിങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് എഴുതുക. താങ്ക് യു. OnePlus Nordന് ഒരു വൈഡ് ആംഗിൾ ക്യാമറയും കൂടെ ഉള്ളതിൻ്റെ പ്രയോജനം ഇതാണ്. അതായത് നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു കവറേജ് നമുക്ക് വ്ളോഗിങ് ഷോട്ടുകൾക്കും കിട്ടും. കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ട 32 മെഗാ പിക്സൽ ക്യാമറയിലെടുത്താണ്. ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ക്യാമറയിൽ എടുക്കുന്നതാണ്. ക്വാളിറ്റി എങ്ങനെയുണ്ട്? സെൽഫീസിൻ്റെ കാര്യത്തിൽ ഒക്കേഷ് ആയിരുന്നു. ഇപ്പോൾ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്, സ്റ്റെബിലൈസേഷൻ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ അത്യാവശ്യം ബമ്പി ആയിട്ടുള്ള റോട്ടിൽ കൂടെയാണ് നടക്കുന്നത്, എങ്കിൽ പോലും അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഒബ്ജക്റ്റ് ഞാൻ തന്നെ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണാൻ കഴിയും. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ എഴുതുക. എങ്ങനെയുണ്ട് സ്റ്റെബിലൈസേഷൻ? എങ്ങനെയുണ്ട് ഫുട്ടേജ് ക്വാളിറ്റി? താങ്ക് യു. വ്ളോഗിംഗ് ഷോട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം. ക്ലോസപ്സ്. എന്തായി സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡിവൈസ് എത്ര നന്നായിട്ട് ഓട്ടോ ഫോക്കസ് മാനേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ പയ്യെ പുറകോട്ട് മാറുകയോ എല്ലാം ചെയ്യും. അപ്പോൾ എവിടെയെങ്കിലും ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരു ഒബ്ജക്റ്റിൽ നിന്നും തൊട്ടടുത്തുള്ള ഒരു ഒബ്ജക്റ്റിലോട്ട് ഫോക്കസ് പയ്യെ നമ്മൾ മാറ്റി നോക്കും. എല്ലായിടത്തും ഓട്ടോ ഫോക്കസ് നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തു. ഇത് യൂട്യൂബേഴ്സിന് പറ്റിയൊരു ഫോണാണെന്ന് ഞാൻ പലപ്പോഴും പറയാൻ കാരണം ഇത് തന്നെയാണ്. OnePlus Nordന്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് എഴുതും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അഭിപ്രായം ഇതാണ്, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മുതൽ തീർച്ചയായിട്ടും OnePlus Nord നൽകുന്നുണ്ട്. എന്നാൽ OnePlus Nordൽ എല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം OnePlus കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ നിർമ്മിക്കുന്നത്. അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും, ആ റീസ്റ്റാർട്ട് ട്രബിളുകളെല്ലാം കാണാനുണ്ട്. എന്നാൽ കുറച്ച് സമയം കൂടെ നമുക്ക് OnePlusന് കൊടുത്ത് നോക്കാം. അപ്ഡേറ്റ് വഴി അവർക്ക് ഫ്രണ്ടിലത്തെ ആ സെൽഫി ക്യാമിനുള്ള ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ പറ്റും. മാക്രോ ക്യാമിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷകളില്ല, എങ്കിലും അത് അപ്ഡേറ്റ് വഴി ഫിക്സ് ചെയ്യാൻ കഴിയും. ഇനി X3 എടുക്കണോ എന്നൊരു ചോദ്യമുണ്ട്. X3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിക്സൽ ക്വാണ്ടിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ തീർച്ചയായിട്ടും X3ലോട്ട് പോകുക. പക്ഷേ ക്വാളിറ്റി ആണെങ്കിൽ OnePlus Nordലോട്ട് തിരിച്ചു വരേണ്ടി വരും. കാരണം ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. X2 Pro വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, X2 Pro എല്ലാ രീതിയിലും OnePlus Nordൻ്റെ ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കുന്നതാണ്. ഒരു കാര്യത്തിലൊഴികെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. നോഡ് യൂട്യൂബേഴ്സിന് തീർച്ചയായിട്ടും സ്യൂട്ട് ചെയ്യും. എൻ്റെ ഒരു സിംഗിൾ സെൻറ്റൻസ് കൺക്ലൂഷൻ ഇതാണ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു ക്യാമറ ഉള്ളൊരു ഡിവൈസ് വേണോ, നോഡ് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ, ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഹാരിസ്, സൈനിങ് ഓഫ് ഫോർ നൗ.